പ്രജിത്ത് സ്കൂൾ വെക്കേഷന്റെ സമയത്ത് എവിടെയായിരുന്നു? ഞാന് ഇവിടേക്ക് പോയി. ഞാൻ അബുദാബിയിൽ പോയി, ഫ്രാൻസിൽ പോയി. അവിടെ പൊട്ട ഈഫൽ ടവർ ഒക്കെ കണ്ടു. ഇടുക്കിത്തെ വളവ് ഇടുക്കിത്തെ വളവോ? ഇടുക്കിത്തെ ചാല എടുക്കുക, ഇടുക്കിത്തെ പശു എടുക്കുക, ഇടുക്കിത്തെ പശുവിന്റെ അടിക്കെടുക്കണ്ടേ. പാലുപൂച്ച കടിച്ചല്ലോ എന്റെ പ്രജിത്ത്. മമ്മി എനിക്ക് ഹോർലിക്സ് വീട്ടിൽ നിന്ന് തന്നിട്ടുണ്ട്. കാര്യമുള്ളോ നല്ല പ്രജിത്ത്, നല്ല ഹോർലിക്സ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. മമ്മി എനിക്ക് രാവിലെ എല്ലാം തയ്യാറാക്കി തരും. പ്രജിത്ത് മമ്മി എന്താണ് തയ്യാറാക്കി തരാറ്? കഞ്ഞിവെള്ളം. എനിക്ക് മലയാളത്തിൽ ചില അക്ഷരങ്ങൾ സാക്ക് പകരം ഷായാണ് വരിക, സാ വരില്ല. നേരത്തെ സുസുങ്ങനെ വിളിക്കാൻ ചാ എന്തെങ്കിലും ചാക്കല്ലോ. ശിവശരിയാ അവിടെ എത്ര ആണുങ്ങളുണ്ട്? എന്റെ ക്ലാസ്സിൽ ആകെ ഒരു 8 ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. നീർക്ക് 8 ആണുങ്ങളോ? അതിന് മേടിക്കട കുറച്ചുകൂടി മെല്ലെ പറയും. അതിന് തട്ടവ് എന്താ അവരൊക്കെ ഇറേസറും ഉണ്ട്, ഷാർപ്നറും ഉണ്ട്, എല്ലാം ഉണ്ട്. വിക്കി, ഞാൻ സത്യം പറഞ്ഞ പുഷ്പ 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 പുഷ്പക്ക് എല്ലാം ഉണ്ടല്ലോ, എന്നാ ചിലതേ ഇല്ലല്ലോ. ഗുഡ് മോർണിംഗ് മക്കളെ. അപ്പൊ ഇന്ന് നമ്മുടെ സ്കൂള് തുറന്നിരിക്കാണ്. ഇന്ന് ഉച്ച വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം എല്ലാവർക്കും പോവാം. അപ്പൊ മിസ്, നമ്മളെ പോർഷൻസ് ഒക്കെ ബാക്കിയുണ്ട്. അപ്പൊ അതൊക്കെ എന്താ ചെയ്യാ? മിസ്സിന്റെ വീട്ടിൽ പോയിക്കോ, അല്ലെങ്കിൽ വേണ്ട മിസ് ഇങ്ങോട്ട് വരും. അല്ല അന്റെ വീട്ടിൽ വരും, മനസ്സിലായോ? അല്ലെങ്കിൽ വേണ്ട മിസ്സും കൂടി രാത്രി കൂടുമ്പോ അവിടെ കഴിക്കും. കുഴപ്പമില്ല സാർ. പ്രണവ് എന്താ കളർ ഡ്രസ് ഇട്ടിട്ട് വന്നിരിക്കുന്നേ? എന്റെ ബർത്ത്ഡേ ആണ് മിസ്. അയ്യോ സാറിന്റെ ബർത്ത്ഡേ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ. മുട്ട വരാ ഒരു കുറച്ച് പാലിക്കട്ടെ. കുഴപ്പമില്ല പ്രജിത്ത്. അയ്യോ പറഞ്ഞു സാർ. ഹാപ്പി ബർത്ത്ഡേ ടു മീ. എല്ലാരും മാത്സ് നോട്ട് ബുക്ക് എടുത്തേ. അയ്യേതെന്താ ചട്ടൊക്കെ ഉണ്ടല്ലോ. ഡാഡി കൊഞ്ഞാവൂലേ? ഡാഡി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാ. സ്വർണ്ണം ഉണ്ടാവില്ലേ അതിന്? സ്വർണ്ണമില്ല പ്രജിത്ത്. പൂജക്ക് വെച്ചിട്ടുണ്ടാവില്ലേ? നമുക്കൊക്കെ നല്ല ഫിനിഷിംഗ് ഉണ്ടല്ലേ, നല്ല സ്മെല്ല്. പ്രജിത്തേപ്പിക്കുന്ന മണത്ത് നോക്കണോ? ജോറൊക്കെ മടപ്പിക്കണ്ടേ? ജോറൊക്കെ മടപ്പിക്കണ്ടേ? അപ്പൊ സ്റ്റുഡൻസ്, മിസ്സിന് താഴെ ഒരു മീറ്റിംഗ് ഉണ്ട്. മിസ് വേഗം തന്നെ വരാട്ടോ. നമുക്ക് ഇനി ക്ലാസ് എപ്പോഴാണ് ഉണ്ടാവുക? അതൊന്നും കുഴപ്പമില്ല കേട്ടോ പ്രണവേ, നമുക്ക് എങ്ങനെങ്കിലും കവർ ചെയ്തെടുക്കാം കേട്ടോ. മിസ് പോവാന്നുള്ളത് മിസ്സിന്റെ ഒപ്പം ബാഗ് തൂങ്ങിയാണ്. അല്ല ആ മിസ്സിന്റെ ഒപ്പം മിസ്സിന്റെ കൂടി കൊണ്ടേക്കും. ശരി മിസ്, ഞാൻ ക്ലാസ് നോക്കാം മിസ്. അടങ്ങി ആളട്ടെ ആക്കണത്. ഇച്ചിരി പേര് വിളിച്ചാതി. വെറും പ്രജിത്ത്. സോറി പ്രജിത്ത്. എന്താ ചോദിച്ചോ? പ്രമോദിന്റെ മോനല്ലേ? എന്താ ചോദിച്ചു? ഓക്കെ മിസ്. ശരി മിസ്. അല്ല മിസ്, എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. അതായത് സാലറി കിട്ടി ആ വരക്കല്ല, നമ്മള് വരയ്ക്കാനുള്ളത്. അതല്ല മിസ്, നമുക്ക് ഇതില് നമ്മളെ റെക്കോർഡ് കംപ്ലീറ്റ് ആക്കാനുണ്ട്, അത് ചെയ്യാൻ. ഓക്കെ മിസ്. ശരി മിസ്. ആയിക്കോട്ടെ. ആളെറക്കണ റെക്കോർഡ്
മഴ ചെയ്യാ. വേണ്ട പ്രജിത്ത് ബേബി, സോറി പ്രജിത്ത് എന്താ നിൽക്കണ്ട് പറഞ്ഞു. പ്രജിത്ത്. ഓക്കെ ബേബി, സോറി പ്രജിത്ത്. ബോക്സ്, 2 റബ്ബർ, 2 പെൻസ്, 2 കട്ടർ, 2 സ്കെയിൽ, 2 ഇഞ്ച്. ഡാഡി കട്ടറുണ്ടാ? സുസ്മിത, സുസ്മിത അങ്ങനെ പറഞ്ഞ വിളിക്കുക. സുസ്മിത വിളിക്കുക. എറേസർ ഉണ്ടോ 2 എന്തിനാ 2 ഒന്ന് പൊയ്ക്കിട്ടുണ്ടാരാ? 2 എന്തോ ചോദിച്ചാ. അരക്കതിന് 2 അരക്കൊക്കെ ഇതിന്റെ ആവശ്യമല്ലടാ. ഇതിനാ 2 സുസ്മിത എത്തി. പെണ്ണേ എൻ പെണ്ണേ നിൻ ചുണ്ടിൽ സ്നേഹത്തേനുണ്ടോ പെണ്ണേ. ആരാറിയോ? അറിയില്ല. ആരാറിയോ? ഇല്ല, എനിക്കറിയാം. എന്നോട് ചോദിച്ചാൽ പിന്നെ എന്തിന് കയ്യിൽ പിന്നെ അറിയില്ല. പ്രദീപ് പെണ്ണുണ്ടോ? പെന്നോ? ഇതെന്താ പെൻ? ഇതോ പെന്ന്? അനക്ക് പെന്നല്ലേ ചോദിച്ചേ? പെന്നിതാ. ഇത് എഴുതും എഴുതും. ഇത് നിറം മുടിക്കണ പിന്നെ വേറെ ഉണ്ടോ? ഇതെന്താ പ്രജിത്ത് ബേബി? പ്രജിത്ത് ബേബിക്ക് ഒരു ബുക്ക്, ഈ ബുക്കിലാണ് അല്ലാതെ എഴുതാറ്. അത് അമ്മ കടയിൽ പോകുമ്പോഴേ ചീഞ്ചതാ. ഈ പേജ് മാത്രം എഴുതാ. അപ്പൊ കടയിൽ പോകാൻ വേണ്ടി ലിസ്റ്റ് ചെയ്താൽ വേണ്ടി ചെയ്ത അമ്മ ഫുള്ള് ലക്ഷറി. ഇങ്ങനത്തെ ബുക്കിലൊക്കെ അമ്മക്ക് എഴുതാൻ പറ്റുള്ളൂ. ഫുള്ള് ലക്ഷറി ആണ്. ഇനി പേന ആറും പിടിക്കാന്ന് അറിയണ്ടേ? ഇവിടെ പിടിക്കാം. വേണ്ട, വേണ്ട, അത് വേണ്ട. അടാ നല്ലടാ. വേണ്ട. ഞാൻ ഡെയിലി പ്രോട്ടീനൊക്കെ അടിക്കാനാണ്. പാല് പൂച്ച കടിച്ചിരുന്നോ? എന്റെ പ്രജിത്ത് മമ്മി എനിക്ക് ഹോർലിക്സ് വീട്ടിൽ നിന്ന് തന്നിട്ടുണ്ട്. കാടിവെള്ളം. നല്ല പ്രജിത്ത് നല്ല ഹോർലിക്സ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. മമ്മി എനിക്ക് രാവിലെ എല്ലാം തയ്യാറാക്കി തരും. പ്രജിത്ത് മമ്മി എന്താണ് തയ്യാറാക്കി തരാറ്? കഞ്ഞിവെള്ളം. പ്രജിത്ത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാം? സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അതല്ലേ എന്താ സ്ട്രെസ്? ഞങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് സ്ട്രെസ് ചെയ്യണമെന്ന് അറിയണ്ട. ഓൾറെഡി സ്ട്രെസ്സിലാണ്. സ്ട്രെസ് അവിടെ പൊട്ടാച്ചി ഇങ്ങനെ മമ്മാസ് പോയിട്ട് കണ്ണൊക്കെ ചൊറിയുന്നു പ്രജിത്ത്. അവിടെ ഗ്ലാസ് അത് പ്രജിത്ത് അത് പപ്പ കൊണ്ടുവന്നപ്പോ ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് നിലത്ത് വീണ് ഗ്ലാസ് പൊട്ടി. ഭാഗ്യ റോക്കറ്റിൽ ഇറക്കാല്. എന്താണ് അതിന് കുത്തി നോക്കണേ? പീഡിപ്പിക്കോ നോക്കിട്ട്? ബെർണിയോൾസ് തിയറം അറിയോ? ആരെ പറഞ്ഞേ? ബെർണിയോൾസ് തിയറം. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ആകെ. തീറോ എവിടെ കേട്ടിട്ടുണ്ട്? തീറോ തീറോ തീരം ആ തീറോ അല്ല, ഇത് വേറെ വേറെ തീറോ. രജിത്തിന് തീരെ അക്ഷര വിദ്യാഭ്യാസം ഇല്ലല്ലേ? ഞാൻ പറയാൻ സാധനം പറഞ്ഞ വള്ളിമ പുള്ളി പുള്ളിമ വള്ളി വള്ളിമ പുള്ളി പുള്ളിമ വള്ളി വള്ളിമ പുള്ളി പറയും. വള്ളിമ പുള്ളി പുള്ളിമ വള്ളി. ആ വള്ളി വള്ളി. ഞാനൊന്നും കൂടി ശ്രമിക്കാം. വള്ളിമ പുള്ളി ഗൾഫിലൊക്കെ പോയി പഠിച്ചതുകൊണ്ട് ആ ഗൾഫിലൊക്കെ പഠിച്ച പള്ളി പുള്ളിയാവുമല്ലേ? എനിക്ക് മലയാളത്തിൽ ചില അക്ഷരങ്ങൾ സാക്ക് പകരം ഷായാണ് വരിക, സാ വരില്ല. നേരത്തെ സുസുങ്ങനെ വിളിക്കാൻ ഷാ എന്തെങ്കിലും ഷാക്കല്ലോ. അവിടെ വൃത്തിട്ടാരാ പെണ്ണുകളെ വിളിക്കാൻ മാത്രം എനിക്ക് സുസാക്ക് വരില്ലേ? അത് പിന്നെ പ്രജിത്ത് ആവശ്യഘട്ടങ്ങളിൽ ആവശ്യമായിട്ട് ഷൂ ഒക്കെ വരും. ആവശ്യമായിട്ട് അവിടെ സുസുമനെ വിളിക്കണം.
ആ കണ്ണാടി നോടാ. നിങ്ങൾ കാണുന്നില്ലേ എന്റെ എടാ, കണ്ണിലെ വൃത്തികെട്ടവനെ. പ്രണയം? നീ കാണുന്നില്ലേ ശശു എന്റെ കണ്ണിലെ പ്രണയം? എന്റെ ശുശു, എന്റെ ശുശു, ഇത് അപ്പുറത്തെ അച്ഛനെ മറ്റേ പെണ്ണിനെ നോക്കിയാതില്ല. എന്റെ സ്പെക്സ്. അത് ആരോടെ പ്രജിത്ത് വിപി, പ്രജിത്ത് വിപി, ഈ പേനയ്ക്ക് പറയാൻ ഞാൻ നല്ല പേന തരുമ്പോ പ്രജിത്ത് വിപി എന്റെ സ്പെക്സ് തരൂ. ഡാഡിനോട് പോയി പറഞ്ഞാൽ പ്രജിത്ത് വിപി, പ്രജിത്ത് വിപി സ്കൂൾ വെക്കേഷന്റെ സമയത്ത് എവിടെയായിരുന്നു? ഞാന് ഇവിടേക്ക് പോയി. ഞാൻ അബുദാബിയിൽ പോയി, ഫ്രാൻസിൽ പോയി, അവിടെ പൊട്ട ഈഫൽ ടവർ ഒക്കെ കണ്ടു. ഇടുക്കിത്തെ വളവ് എടുക്കുക, ഇടുക്കിക്ക് വളവോ? ഇടുക്കിത്തെ ചാല എടുക്കുക, ഇടുക്കിത്തെ പശു എടുക്കുക, ഇടുക്കിത്തെ പശുവിന്റെ അടുക്ക് അകിടെടുക്കണ്ടേ. പ്രജിത്ത് വിപി ഇത് പശു അതൊരു ഇതാണ്. ആ പശുവിന്റെ പാലാണ് പൊട്ടച്ച് ബ്ലാക്ക് അല്ല ദുബായിത്തെ നോ നോ, ഞാൻ ദുബായ് ഒട്ടകത്തിന്റെ പാലാണ് കുടിക്കണേ. അല്ല പ്രജിത്ത്, ദുബായ് ഒട്ടകത്തിന് എക്സ്പോർട്ട് റേറ്റ് പാല കുടിക്കല്. ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒട്ടകത്തിന്റെ പാല കുടിച്ചു. അതല്ല ഒട്ടകത്തെ പോലെ വളർത്തുന്നാലും ബുദ്ധി തീരെ കൈതന്റെ ബുദ്ധി കിട്ടി. കൈതപ്പാല കുടിച്ചിട്ട് പോയിട്ടില്ലേ? അവ അന്റെ ഡാഡി പറ്റിച്ചടാ. വേറെ പൊട്ട ഒട്ടകത്തിന്റെ പോലെ കൈതപ്പാലടാ പൊട്ട. കഴുതപ്പാലിന് വില കൂടുതലാണ് പ്രജിത്ത്, അതുകൊണ്ട് പക്ഷെ നിനക്ക് തീരെ വിലയടാ. നിനക്കിന്റെ മുമ്പിൽ തീരെ വിലയെ. കൈതക്ക് വില ഉണ്ട്, പക്ഷെ കൈതന്റെ വില പോലും ഇരിക്കില്ല. പ്രജിത്ത്, എനിക്ക് എന്റെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നു. എനിക്ക് എക്സാംസിന് വേണ്ടി പ്രിപ്പറേഷൻ കോൺസെൻട്രേഷൻ അങ്ങനെ അപ്പോൾ ആദ്യം തന്നെ ബെർണോളിസ് തിയറം പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാട്ടോ. അത് നമുക്ക് ബെർണോളിസ് തിയറം പഠിക്കാം. ദ ഫ്ലോ ഓഫ് ആൻ ഐഡിയൽ ഫ്ലൂയിഡ്. അതാണ് പറഞ്ഞ ബെർണോളിസ് ഒക്കെ കാട്ടിട്ട് മൈക്രോ അപ്പോൾ ഫ്ലോ കിട്ടും. ഈ കാട്ടിലെ അരികുകളിലൂടെ പോകുമ്പോൾ അത് വെച്ചിട്ട് തീർക്കാണ്ട് കഴിവുമാ. ഇവരെ ഇങ്ങോട്ട് നടന്നിട്ട് നടക്കുകയുള്ളൂ. അല്ല പ്രജത്തിന്റെ ഒപ്പം നടന്നിട്ടാണ് എനിക്ക് ഇത്രത്തോളം പ്രശ്നങ്ങളുണ്ടായത്. നിനക്കറിയോ, നിന്റെ കൂടെ നടന്നിട്ട് എന്റെ മമ്മ എന്നെ ഇന്നലെ ചൂരിൽ കൊണ്ട് അടിച്ചു. നിന്നെ അടിച്ചിട്ടില്ല, അപ്പുറത്തോനെ ഇട്ടിട്ട് മുളക് സാമാനത്തിന്. എന്റെ മമ്മ പറഞ്ഞിട്ടുണ്ട് പ്രജിത്തിന്റെ കൂടെ കൂട്ടുകൂടണ്ടെന്ന്. ഇനി ഞാൻ കൂട്ടുകൂടില്ല. അത് തെറ്റില്ല. കോട്ടിക്കളിടാ. അതല്ല, അത് അറിയോ പൊട്ടിക്കളി? ഞാൻ സ്നാക്ക് ഒന്നും കൊണ്ടുവന്നില്ല. നീ എന്തെങ്കിലും സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടോ? സ്നാക്സ് യു മീൻ എന്തെങ്കിലും കഴിക്കണ്ടേ? നമ്മളെ സംഭവം കപ്പളാണ്ടി വൃത്തിട്ടോനെ ഇതിന്റാണ് തരൂല. അത് നിന്റെ അണ്ടി എന്നല്ലല്ലോ, കുറച്ച് താടൂ. CBSE കുറച്ച് ഒന്നര ഇജ്ജ് CBSE അവിടെ എത്ര ആണുങ്ങളുണ്ട്? എന്റെ ക്ലാസ്സിൽ ആകെ ഒരു 8 ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. നീർക്ക് 8 ആണുങ്ങളോ? ആണുങ്ങളോ? ആൺകുട്ടികൾ ബോയ്സ് 8 ബോയ്സ് ഉണ്ടായിരുന്നു. ഡൗട്ട് ഉണ്ടാ ബോയ്സ് ഉണ്ടായിരുന്നു വിചാർക്കല്ലേ? 8 ബോയ്സ് ഉണ്ടായിരുന്നു. പിന്നെ സുരേഷ് മമ്മ എനിക്കിതൊന്നും വാങ്ങി തരാറില്ല. ഇത് അപ്പിയാണെന്നാണ് മമ്മ പറഞ്ഞത്. കേരള ബോയ്സ് ട്രഡീഷണൽ അപ്പിയാണെന്ന് മമ്മ പറഞ്ഞത്. പക്ഷെ നന്നായിട്ടുണ്ട്. ദിസ് ഇസ് ആമക്കുതിര, ആനക്കുതിര. യെസ്, ആനക്കുതിര കുതിര. ഇതെന്താ മൂടിയില്ലാത്ത കൂടില്ലാത്ത? ഇതാ സുഖം അല്ലേ? അതെ, ഇതെവിടെയും വെക്കാണ്ടാ, ഇതിവിടൊക്കെ വെക്കാം. മനസ്സിലായോ? ഇടയ്ക്കെടുത്ത് ചെവിയിലൊക്കെ ഇടാം. മൂക്കിലിടാം, വായലിടാം, പല്ലുകുത്താം. സോറി പ്രതീപ്,
എണ്ണ തിന്നണ മാറ്റി തരാൻ പറ്റും തായോ എന്റെ ഭാര്യ നോക്കിട്ടോ. ബാക്കി നാളത്തില്ല ഇത് ബാക്കി നടത്തുന്നേ ചിക്കൻ ഡെയിലി തിന്നല് ഭയങ്കര ടേറ്റിങ്ങാണ്. പപ്പ പറഞ്ഞിട്ടുണ്ട് എന്ത് സാധനം ആയാലും കുറച്ച് കഴിക്കണമെന്ന്. ബാക്കി ഞാൻ നാളെ കൊണ്ടുവരാം. ഡാഡിക്ക് തോന്നിയില്ലല്ലോ കുറച്ചിട്ട് ഇതല്ല ഇത് ഇത്രയും ഇന്നൊരു ദിവസം കഴിക്കാനോ? അല്ല ഞാനൊക്കെ ഇത് 2-3 ബാങ്കർ കൊളസ്ട്രോൾ എല്ലാം വരും. പൃഥ്വി അനക്ക് വരും പ്രായമായില്ലേ. മാവോട് പ്രാവി പ്രാവേ പ്രജിത്തിന്റെ കയ്യില് കോമ്പസ് ഉണ്ടോ? നോക്കിയോ നോക്കാൻ പറയുമ്പോൾ നോക്കിയാ കോമ്പസ് ചെയ്യടാ. ഇപ്പൊ ചാടിപ്പോയിട്ടുള്ളൂ. ഇതൊക്കെ ഉള്ള എന്റെ അടുത്ത് ഞാൻ കോമ്പസ് കഴിഞ്ഞാൽ ഞാനാ പോട്ടെ. ഇതെന്താ പുതു പ്രജിത്ത്? ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ഒക്കെ ഒരു പുസ്തകത്തില്. ടാലന്റ് എല്ലാം ഒരു ബുക്ക് പുസ്തകത്തിൽ ഒതുക്കി എഴുതിയില്ലേ. എന്റെ മാതിരി തോനെ ബുക്കൊന്നും വേണ്ട, ഒറ്റ ബുക്ക് അത് ഞങ്ങൾക്ക് പഠിക്കാം. കണ്ട ഒറ്റ ബുക്ക് പരിസ്ഥാനത്ത് ഇങ്ങനെ നോക്കിയാൽ മതി. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞ് പിന്നെ ബാക്കിയൊക്കെ എന്താ കടവുളെ കടവുളിന്റെ കയ്യില. അത് ശരിയാ. നമ്മൾ എന്റെ മാതിരി പഠിച്ചു പോലല്ല, നമ്മളൊക്കെ ദൈവത്തിന് സമർപ്പിച്ചിട്ടാണ് എഴുതുന്നത്. ദൈവമേ എന്നെ നോക്കിക്കോണേ. പ്രജിത്തിന്റെ കയ്യില് ഒരു സാധനവും ഇല്ല. എന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ? എന്റെ കയ്യില് കൊറേ സാധനം പാനുണ്ട്. അതായത് പ്രജിത്ത് എന്റെ കയ്യിൽ റബ്ബർ ഉണ്ട്, സോറി ഇറേസർ ഉണ്ട്. അതിന് മേടിക്കടാ കുറച്ചും കൂടി മെല്ലെ പറയും. അതിന് തടവ് കഴിഞ്ഞ എന്താ അവരൊക്കെ ഇറേസറും ഉണ്ട്, ഷാർപ്നറും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇക്ക് ഞാൻ സത്യം പറഞ്ഞ പുഷ്പക്ക് എല്ലാം ഉണ്ടല്ലോ. എന്നാ ചിലതേ ഇല്ലല്ലോ. ഈ ഗവൺമെന്റ് സ്കൂളെല്ലാം ഇങ്ങനെയാണല്ലേ? ഞാൻ ഗൾഫിൽ പഠിക്കുമ്പോ ഇത്ര ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ചൂടാ. ഞങ്ങളൊക്കെ ഗവൺമെന്റ് സ്കൂളിൽ ട്രൗസർ കഴിച്ചിട്ടിരിക്കും. ഇവരെന്താ നിമിഷ കണ്ടോ? നിമിഷ ഹായ്, ഹൗ ആർ യു? ഹായ്. ഒരാള് എന്താ ഗേൾസിനെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കും. യു മീൻ ഒളിപ്പിക്കൽ? നീ ഇത് കണ്ടോ? പപ്പ കൊണ്ടുവന്നതാ. അന്റെ ഡാഡിയുടെ വാച്ചാ? ഡാഡി പ്രമോദിന്റെ വാച്ച. പ്രജിത്ത് വിപ്പി വീട് സൂപ്പർ. ആറ് തുറക്കല്ലേ? മെല്ലെ തുറക്കി. ഡാഡിയില്ലേ? എന്റെ വാച്ചല്ലേ? എന്റെ വാച്ചാണ്. എന്റെ വാച്ചാണോ നോക്കട്ടെ. കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോയ എന്റെ വാച്ചും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അത് സാരിയാ, ഇതൊരു മാസം കഴിഞ്ഞ് തിരിച്ചറിയാം. ഒരു മാസം കഴിഞ്ഞിട്ട് അതിന് പിറ്റേ മാസം ഒരു കല്യാണം. പക്ഷെ അതിന്റെ പിറ്റേച്ച് പേടിക്കണ്ട, അതിന്റെ പിറ്റേ ഒരു വർഷം കഴിഞ്ഞിട്ട് ചേച്ചിയുടെ കല്യാണം. നമുക്ക് മറ്റേ VPL കളിച്ചാലോ? IPL ഒന്നും എനിക്ക് അറിയില്ല. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നമുക്ക് സ്റ്റോൺ പേപ്പർ സിസ്റ്റർ കളിക്കാം. 5 മിനിറ്റ് വിട്ടേണ്ട് വാങ്ങിയ വീട്ടിലേക്കൊന്നും വിടൂലോടെ തള്ള തള്ളേ. അമ്മ ടീച്ചർമാർക്ക് അങ്ങനെ പറയാമോ പ്രജിത്ത്? ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ. അങ്ങനെ സ്റ്റോൺ പേപ്പർ സിസ്റ്റർ. എനിക്ക് മലയാളം പറ്റുമോ? ഓക്കെ. കല്ല് കടലാസ് കത്രിക. കല്ല് കല്ല് കടലാസ് കത്രിക. കല്ല് കടലാസ് കത്രിക. പ്രജിത്ത് ഡോണ്ട് ഹിറ്റ് മീ. കല്ല് കടലാസ് കത്രിക. അവിടെ സുരാ പട്ടു ഞാൻ. കല്ല് കടലാസ് കത്രിക. കല്ല് കടലാസ് കത്രിക. എങ്ങനെ അവര് പഠിക്കും? അടുത്ത പഠിക്കാനുള്ള സാധനം കൊടുക്കാം. കല്ല് കടലാസ് കത്രിക.
പ്രജിത്തിന് കണ്ണാടി ഇട്ടിട്ട് എന്താ കാര്യം? ഈ കണ്ണാട്ടിട്ടാ ഇങ്ങനെടാ സുഷിമേ നീ കാണുന്നില്ലേ എന്റെ കണ്ണുകളിലെ പ്രണയം? വള്ളിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട്. അത് എന്റെ മതി. അത് നാടാ എണ്ണതാ എണ്ണണ്ടി നാളണ്ടി ബാഗണ്ടി. എന്താ പ്രജിത്ത് ചെയ്തത്? ഞാൻ കാണിച്ചതാ എനിക്കിതിന് പകരം പെട്ടണം. എനിക്കിതിന് പകരം പെട്ടണം. എന്താ എനിക്കിത് ഹെഡ്മാഷിനെ കൊണ്ട് കംപ്ലൈന്റ് ചെയ്യും. അതിന് കൈ നീട്ട് എച്ചപ്പിന്റെ മൂക്ക് കെട്ടിയോ കൈ നീട്ട്. എനിക്കിത് ഞാൻ ഇത്രയും നേരം ക്ഷമിച്ചിരുന്നു. എന്റെ വെള്ളം എടുത്തു, വാട്ടർ ബോട്ടിൽ എടുത്തു, എല്ലാം നീ എടുത്തു, എന്റെ വാച്ച് എടുത്തു, എല്ലാം നീ എടുത്തു. ഇത് ഞാൻ ക്ഷമിക്കില്ല. ഇതെനിക്ക് വേദനിച്ചു. ഇതിനെ പകരം തീർക്കും. കൈ വെക്കി 3 4 സെന്റിമീറ്റർ 5 6 7 8 9 സെന്റിമീറ്റർ ഉള്ള വരയാണ്. 9 സെന്റിമീറ്റർ. ശരി ഇവിടുന്ന് ഇവിടെ വരെ വരച്ചു. എന്നാലും കൊപ്പ ഇങ്ങനെ അളവ് കൊടുത്തു. 9 സെന്റിമീറ്റർ ഉള്ള വര. കറക്റ്റ് 9 സെന്റിമീറ്റർ. കള്ളം നായിക്ക മകളെ.